സത്യം പറഞ്ഞ ഇസ്മായിൽ ഖാനെ പറ്റി ഞാൻ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറൊരാളെ പറ്റി പറയുന്ന പോലെ നിങ്ങൾക്കും എനിക്കും അനുഭവപ്പെടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ ഭയങ്കര പരിമിതിയാണ് ഇസ്മായിൽ ഖാന്റെ കാര്യത്തിൽ. കാരണം ഞാനിവിടെ 2011 ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ഞാൻ പിരായിരി പഞ്ചായത്തിൽ ആദ്യം പങ്കെടുക്കുന്ന യോഗം ഇസ്മായിൽ ഖാന്റെ വീട്ടുമുറ്റത്താണ്. ഓർമ്മയുണ്ടോ? ഇസ്മായിൽ ഖാന്റെ വീട്ടുമുറ്റത്ത് അന്ന് നമ്മളൊരു യോഗത്തിൽ ചേരുകയാണ്. അപ്പൊ അന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പൊ ഏതാണ്ട് 14 വർഷം കഴിഞ്ഞിട്ടും അതുപോലത്തെ ഒരു ആത്മബന്ധമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇസ്മായിൽക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും. എപ്പോഴും ഫോൺ വിളിച്ചിട്ടും അതും ഇതും പരാതിയും ബഹളവും ഒരു രക്ഷയില്ല. പക്ഷെ അതൊന്നും വ്യക്തിപരമായ കാര്യമായിരിക്കില്ല. ഒക്കെ വാർഡിന്റെ കാര്യം, ജനങ്ങളുടെ കാര്യം, പഞ്ചായത്തിന്റെ കാര്യം, പാർട്ടിയുടെ കാര്യം, മുന്നണിയുടെ കാര്യം. ഒരു ഫുൾ ടൈം പൊതുപ്രവർത്തകനാണ്. തൻ്റെ മുഴുവൻ സമയവും അധ്വാനവും ആരോഗ്യം എല്ലാം ഈ ജനങ്ങൾക്കും നാടിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, നാടിന്റെ വികസന കാര്യങ്ങളിൽ എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വെപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇസ്മായിൽ ഖാൻ എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അത് ഏത് കാര്യമാണെങ്കിലും ഒരു ഫണ്ട് ചോദിച്ചിട്ട് അത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം തരില്ല. ഞാൻ ഇപ്പോഴത്തെ MLA ചോദിക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊക്കെ നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ ഇസ്മായിൽ ഖാനെ പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. സജീവമായി വാർഡിന്റെയും ജനങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കും. ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വാർഡിൽ നിന്നും ജനങ്ങൾ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് ഇതുവരെ ഒരാളെ കൊണ്ടും പറയിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എന്നത്തെയും പോലെ ഇസ്മായിൽ ഖാക്ക് ഉണ്ടാവണം. വലിയ ഭൂരിപക്ഷത്തിൽ ഇസ്മായിൽ ഖാ ഇത്തവണ നമ്മുടെ വാർഡിൽ നിന്ന് ജയിച്ചു വരട്ടെ. പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി വലിയൊരു വികസന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൻ്റെയൊക്കെ നേതൃനിരകളിൽ ഇസ്മായിൽ ഖാനെ പോലുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വോട്ടിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. എല്ലാവരും ഇത്തവണ ഇസ്മായിൽ ഖാക്ക് വോട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.